ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് എൻ്റെ അടുക്കളത്തോട്ടാണ്. അത്ര വലിയ അടുക്കളത്തോട്ടമൊന്നും അല്ല കേട്ടോ, ഒരു കുഞ്ഞു അടുക്കളത്തോട്ടം. നമുക്ക് വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ള കുറച്ച് പച്ചക്കറികളെ ഇതിലുള്ളൂ. വെണ്ട, ചീര, പയറ്, അതുപോലെ കറിവേപ്പ്, പച്ചമുളക്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം, എന്തൊക്കെ ഇതിലുള്ളതെന്ന് കാണാമല്ലോ. ഇത് ചുവന്ന ചീരയാണ്. ചീര ഞാൻ ഉപ്പേരി വെച്ച് കഴിഞ്ഞ് തുടങ്ങിയെന്ന്, ഇപ്പോൾ ലാസ്റ്റത്തെ ഇതിലാണ്, അപ്പോൾ കുറച്ചൊക്കെ ഉള്ളൂ. പച്ചക്കറികൾ അധികവും പറമ്പിൽ തന്നെ നിലത്ത് കുഴിച്ചിട്ടൊക്കെയാണ്. ചിലതൊക്കെ ഗ്രോ ബാഗിലും വെച്ചിട്ടുണ്ട്. ഇത് പച്ചച്ചീരയാണ്. പച്ചച്ചീര കുറച്ചേ ഉള്ളൂ. ഇത് ചുവന്ന വെണ്ടയാണ്. ഇതിന്മേൽ കായ ഉണ്ടായിരുന്നു, ഞാൻ അറുത്തതാണ്. ഇത് പച്ചമുളകാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ പൊടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന ചുവന്ന മുളകില്ലേ, അതിൻ്റെ കുരു പാകിയതിന് ശേഷം ഉണ്ടായതാണ്. ഇപ്പോൾ പൂവിട്ടാണ്, ചിലതൊക്കെ കായ്ച്ചു തുടങ്ങിയാണ്. നല്ല നീണ്ട മുളകാണിത്. ചിലതുമലൊക്കെ മുളക് ഉണ്ടായി വന്നിട്ടുള്ളൂ. ഇനി ഒരുപാട് വലുതാവാനുണ്ട്. ഇത് നല്ല വലിപ്പം വെക്കുന്ന ഒരു മുളകാണ്. ഇത് ഇത്ര വലുതാവും. ഇത് പഴുത്ത് വന്ന മുളകാണ്. ഇത് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന കാന്താരി മുളകുണ്ടല്ലോ, നല്ല എരിവുള്ള കാന്താരി മുളകാണിത്. കണ്ടോ, ചിലതൊക്കെ ചെറുതായി വന്നിട്ടുണ്ട്, ചിലതൊക്കെ പഴുത്തുണ്ട്. ഇത് കോവക്കയാണ്. കോവക്കൻ്റെ വള്ളി പന്തലിട്ട് കൊടുത്ത് അതിന് മേലെ ഉണ്ടായതാണ്. നിറയെ പൂക്കളൊക്കെ ഉണ്ട്. ഒരുപാട് കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാവൊക്കെ കായ്ച്ച് വന്നിട്ടുണ്ട്. ആ ചെറുതൊക്കെ കാണുന്നില്ലേ. അപ്പോൾ ഇടയ്ക്ക് ഉപ്പേരി വെക്കാനൊക്കെ ഇതിമെന്ന് അറുത്തെടുക്കും. കോവക്കൻ്റെ ഉപ്പേരി നല്ല ടേസ്റ്റിയാണല്ലോ, ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ഇത് കപ്പയാണ്. കപ്പ പറിക്കാനായില്ല. വീടിന് ചുറ്റുഭാഗം പറമ്പുണ്ട്. അപ്പോൾ ആ ഭാഗത്തൊക്കെ കപ്പയും അതുപോലെ വെണ്ട, പയറ് അങ്ങനെയൊക്കെ നട്ട് പിടിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ ആ കവുങ്ങിൻ്റെ തയ്യ്, പിന്നെ അതുപോലെ തെങ്ങിൻ തൈകൾ ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കപ്പ വീടിനോട് ചേർന്നുള്ള തൊടുവിലാണിത് കപ്പ നട്ടിന്. ഇതൊക്കെ പറിക്കാനാവുന്നേ ഉള്ളൂ. പിന്നെ പപ്പായ ഉണ്ട്. പപ്പായ പൂവിട്ട് നിൽക്കുകയാണ്. ചെറിയ കായകളൊക്കെ ഉണ്ടായിന്. ഇതിന് നിറയെ കായകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഒക്കെ കഴിഞ്ഞതാണ്, ഇനി ആയി വരുന്നുള്ളൂ. അതുപോലെ വഴുതനയാണിത്. നീണ്ട വഴുതന, നല്ല പച്ച കളറിലുള്ള വഴുതന ഉണ്ടല്ലോ, അതാണിത്. രണ്ട് തരത്തിലുള്ള വഴുതനങ്ങ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ആ വയലറ്റ് കളറിൽ ഉണ്ട വഴുതനയില്ലേ, അതുണ്ട്. ഇത് പച്ച വഴുതനയാണ്. ഇത് വയലറ്റ് വഴുതനയാണ്. ഇതിന്മേ കായകളൊക്കെ കുറവാണ്. ഇപ്പോൾ ഒരുപാട് കായകളുണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ ഉപ്പേരി വെച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഇതാ കുറച്ചേ ഉള്ളൂ. 2-3 കായകൾ കൂടി പറിക്കാനുള്ളൂ ഇതിന്മേൽ. ഇത് നമ്മൾ ബിരിയാണി നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ അതിലിടുമല്ലോ ഒരു ഇല, നല്ല സ്മെല്ലൊക്കെ ഉള്ളൊരു ഇലയാണിത്. നല്ലൊരു വാസനയാണ് ഇതിട്ടാൽ. അതുപോലെ തന്നെ ഇത് ചപ്പിൻ്റെ ഇല, നമ്മൾ ചപ്പിന് പകരം ഇത് ഉപയോഗിച്ചാൽ മതി നമുക്ക് ബിരിയാണി വെക്കുമ്പോൾ, ചമ്മന്തി അരക്കുമ്പോഴൊക്കെ. ഇത് ഉള്ളി മുളച്ചതാണ്. നമ്മളെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി മണ്ണിൽ കുഴിച്ചിട്ടുണ്ട്, അങ്ങനെ മുളച്ച് വന്നതാണ്. ഇത് കുറച്ച് വലുതായിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ മുളച്ച് വരുന്നേ ഉള്ളൂ. അതിന് ചെറുതായിട്ട് വന്നിട്ടുള്ളൂ, അതാണിത്. ചെറിയുള്ളി നമ്മൾ കുഴിച്ചിട്ടാലും ഇതേപോലെ നല്ല മുളച്ച് വരും. അതിൻ്റെ തണ്ടൊക്കെ ഉപ്പേരി വെക്കാനൊക്കെ ഉപയോഗിക്കും. ഇഞ്ചി കുഴിച്ചിട്ടതാണ്. ഇപ്പോൾ മുളച്ച് വന്നിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇത് ഇഞ്ചി കുറച്ച് മുമ്പ് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് കുഴിച്ചിട്ടതായിരുന്നു. ഇപ്പോൾ ഇത്രയും വലുതായി. ഇത് പാഷൻ ഫ്രൂട്ടാണ്. ഇതിൻ്റെ വള്ളി ആയിട്ടുള്ളൂ, നല്ല പന്തലിച്ച് വന്നിട്ടുണ്ട്. കായ ഉണ്ടാകാനുള്ള ടൈം ആവുന്നുള്ളൂ. നിറയെ കായകൾ ഉണ്ടാവാറുണ്ട് ഇതിന്മേൽ. ഇപ്പോൾ പുതുതായിട്ട് ഇനി ഉണ്ടാവാനുള്ള സമയം ആവുന്നുള്ളൂ. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഓർക്കാപ്പുളി എന്നാണ് പറയുക. ഇരുമ്പൻ പുളി എന്നും ഇതിന് പറയാറുണ്ട്. ഇത് വലുതായി വരുന്നുള്ളൂ. ഇത് അവക്കാഡോൻ്റെ തൈയാണ്, അതായത് ബട്ടർ ഫ്രൂട്ടില്ലേ അത്.
പിന്നെ ഉറുമാമ്പഴത്തുമ്മേ ഒരുപാട് കായകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ പക്ഷേ 2 കായേ ഉള്ളൂ. ഇപ്പോൾ ഒക്കെ കഴിഞ്ഞ സമയമാണ്. ഇപ്പോൾ പുതുതായിട്ട് ഉണ്ടായി വരികയാണ് ഇതിന്മേൽ. ഇത് പുതുതായി കുഴിച്ചിട്ട പയറാണിത്. ഇപ്പോൾ ഇലയൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇത് ഇളവനാണ്, ഇളവൻ ഒക്കെ മുളച്ച് വന്നാണ്. പിന്നെ വഴുതനുണ്ട്. ഇത് ചെറുനാരങ്ങൻ്റെ തൈയാണ്, ഇവിടെ തന്നെ മുളച്ചുണ്ടായതാണിത്. അതുപോലെ മാതള നാരങ്ങ ഉണ്ടല്ലോ, അതിൻ്റെ തൈയുണ്ട്. ഇതാണ്, അതൊക്കെ ഇവിടെ തന്നെ മുളച്ച് വന്നതാണ്. ഈന്തപ്പനയാണിത്. ഇത് ഇവിടെ തന്നെ മുളച്ച് വന്നതാണ്. കുരു മുളച്ചുകൊണ്ട് അങ്ങനെ ഉണ്ടായതാണ്. അപ്പോൾ ഞങ്ങൾ മാറ്റി വെച്ചില്ല. മാറ്റി വെച്ചാൽ ചിലപ്പോൾ പിന്നെ ഉണ്ടായില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ മാറ്റി വെച്ചില്ല. അപ്പോൾ ഇതിന് വളമൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. ഇതൊരു തണൽ മരമാണ്. ഇത് നമ്മുടെ നാട്ടിലുള്ള മരമല്ല. ഗൾഫ് നാടുകളിലൊക്കെ അവർ പാർക്കിലും ബീച്ചിലും റോഡ് സൈഡിലൊക്കെ തണൽ കിട്ടാൻ വേണ്ടിയിട്ട് നട്ട് വളർത്തുന്നൊരു ചെടിയാണ്. ഗൾഫിലൊക്കെ ഇത് വലിയ മരമായിട്ടും പിന്നെ അതുപോലെ പല ഷേപ്പിലും ഉണ്ട പോലെയൊക്കെ ആക്കിയിട്ട് പല ഇതിലും ഒരു വെട്ടി ഷേപ്പാക്കി വളർത്തിയെടുക്കാറുണ്ട്. ഞങ്ങളിതൊരു പ്രാവശ്യം വെക്കേഷന് നാട്ടിൽ വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു. ചെറിയൊരു കൊമ്പ് വെട്ടിയാണ് കൊണ്ടുവന്നിരുന്നത്. ഇതിൻ്റെ കൊമ്പ് കുഴിച്ചിട്ടാലൊന്നും ഉണ്ടാവില്ല, ഇത് തൈ വെക്കണം എന്നൊക്കെ പലരും പറഞ്ഞിരുന്നു. പക്ഷേ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ വിചാരിച്ചാണ്ട് ചെയ്തതാണ് ഞങ്ങൾ. ആ പരീക്ഷണം വിജയിച്ചു. ഇത് വലിയൊരു മരമായി ഇപ്പോൾ ഇത്ര ആയി വന്നു. ഇത് പേരക്കമരത്തുമെന്ന് പറിച്ചെടുത്താൽ മോക്കത് കണ്ടപ്പോൾ ഇപ്പോൾ പറിക്കണം. അപ്പോൾ അവൾ പറിച്ചെടുത്തതാണ്. ഇതൊരു മുരിങ്ങൻ്റെ മരമാണ്. നമ്മൾ വീട്ടുമുറ്റത്ത് ഒരു മുരിങ്ങ മരം ഇല്ലാഞ്ഞാൽ പറ്റില്ലല്ലോ. നമുക്ക് എപ്പോഴും പെട്ടെന്നൊരു കറി വെക്കണം തോന്നുകയാണെങ്കിൽ ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്നൊരു കറിയാണല്ലോ മുരിങ്ങാക്കറി. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അടുക്കളത്തോട്ടത്തിൽ എപ്പോഴും ഒരു മുരിങ്ങാ മരം വേണം. ഇതാ വലിയൊരു മരമാണിത്, നല്ല ഇലച്ച് നിൽക്കുന്നൊരു മരമാണ്. പിന്നെ വീടിന് ചുറ്റും ചെറിയൊരു വാഴത്തോട്ടമുണ്ട്. ഇതാ ചെറിയ വാഴകളൊക്കെ ഇതിവിടെ പുതുതായിട്ട് നട്ടുവെച്ച വാഴകളാണ്. പിന്നെ വലിയൊരു വാഴയുണ്ട്. ഇത് കൊല വന്നിട്ടുണ്ട്. ഇത് പൂവൻ പഴമാണ്. വെട്ടാനായില്ല, ആയി വരുന്നുള്ളൂ, മൂത്തിട്ടില്ല. ഇതാ നല്ല നല്ല വലിയൊരു കൊലയാണ്. വേറൊരു വാഴ കൂടി കൊലച്ച് വന്നിട്ടുണ്ട്. ഇതിനെന്താ വെണ്ണൂറൻ പൂവ് എന്നാ പറയൽ. കുറേ മുമ്പേ ഇവിടെ ഉണ്ടായൊരു വാഴയാണിത്. അതായത് അതിൻ്റെ കുട്ടികളൊക്കെ ഉണ്ടായി ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണിത്. കുറേ കാലമായിട്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവാത്തൊരു വാഴയാണിത്. വെണ്ടമ്മലൊക്കെ ഒരുപാട് കായ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾക്ക് കറി വെക്കാനും ഉപ്പേരി വെക്കാനും ഒക്കെ ഉള്ള വെണ്ട ഇതുമെന്ന് തന്നെ കിട്ടാറുണ്ട്. ഇപ്പോൾ ഇതാ ഒരുപാട് വലുതായിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം നമുക്ക്. വീടിനോട് ചേർന്ന ഭാഗങ്ങളിലൊക്കെ പയറും വെണ്ടയും മുളക് ചീര ഒക്കെ നട്ട് വളർത്തിയിരിക്കുകയാണ്. പയർ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഒരു 2-3 ദിവസമൊക്കെ പറിക്കുമ്പോൾ ഒരു ഉപ്പേരിക്കുള്ളതൊക്കെ കിട്ടും. പച്ചക്കറികൾക്കൊന്നും രാസവളം ഉപയോഗിക്കാറില്ല ഞാൻ. ജൈവവളമാണ് ഉപയോഗിക്കാറ്. കറിവേപ്പുമ്മ ഉണ്ടാവുന്ന കീടങ്ങളൊക്കെ നശിച്ചു പോവാനും ഇല നല്ലതുപോലെ പുഷ്ടിയായിട്ട് വളരാനും വേണ്ടിയിട്ട് പഴയ കഞ്ഞിവെള്ളം ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ഞാൻ.
അതുപോലെ തന്നെ തലേ ദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളം ഇതിൻ്റെ താഴെ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. കറിവേപ്പിലയൊക്കെ നല്ലപോലെ തഴച്ച് വളർന്ന് ഇതുപോലെ വലിയ മരമായിട്ട് വരും. ഇത് കൈതച്ചക്കയാണ്. പിന്നെ പറമ്പിൽ ചേമ്പ്, ചേന അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാ വർഷവും നല്ലതുപോലെ ഉണ്ടായി വരാറുണ്ട്. നമ്മുടെ പറമ്പിൽ ഇതുപോലെ പച്ചക്കറികളൊക്കെ ഉണ്ടായി കാണുന്നത് തന്നെ ഒരു രസമല്ലേ. എനിക്കിഷ്ടമാണ് അതൊക്കെ കാണാൻ. അതുപോലെ ഇത് പാവയ്ക്കയാണ്. പാവയ്ക്കൻ്റെ ഇലയുടെ കറി ഞാൻ വെച്ചിരുന്നല്ലോ, അത് ഈ പാവയ്ക്കൻ്റെ ഇതിൽ പറിച്ചിട്ടാണ് അതിൻ്റെ കറി വെച്ചത്. ഇതുമ്പോൾ കായ് ഉണ്ടായി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള പച്ചക്കറി തോട്ടത്തിൽ ഇതുപോലെ കായ്കളൊക്കെ ഉണ്ടായി വരുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിന് എന്തൊരു സന്തോഷമല്ലേ. ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതൊന്നുമല്ല കേട്ടോ. എൻ്റെ ഭർത്താവ് ഇതിനെൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. അവർക്കും ഇതിനൊക്കെ താല്പര്യമാണ്. അതുപോലെ തന്നെ കോഴി വളർത്തലൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കോഴി വളർത്തലിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിരുന്നല്ലോ, അതിൻ്റെ ഒരു ലിങ്ക് ഞാനിതിൽ വെക്കണ്ട്. ഇത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. ഗോമൂത്രം വെളുത്തുള്ളിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ലായനിയാണിത്. ഇത് വെള്ളത്തിൽ കലക്കിയിട്ട് പച്ചക്കറികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിന്മേലുള്ള കീടങ്ങളൊക്കെ നശിച്ചു പോയിക്കോളും. പച്ചക്കറിൻ്റെ ഇലയൊക്കെ ചുരുണ്ട് കൂടി ഒരു തരം കേട് വരുന്നൊരു അസുഖം വരുമല്ലോ. അപ്പോൾ ഈ വെളുത്ത പാക്കറ്റിലുള്ള പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ മറ്റേ പാക്കിലുള്ളത് നമ്മൾ വിത്തുകളൊക്കെ കുഴിച്ചിടുമ്പോൾ അതിന് മണ്ണിൽ പെട്ടെന്ന് മുളച്ച് വരാൻ വേണ്ടിയിട്ട് ഇതും കൂടി മിക്സ് ചെയ്താണ് നമ്മൾ വിത്തുകളൊക്കെ പാകുന്നത്. ഇത് ഞങ്ങളുടെ വീട്ടുമുറ്റത്തുള്ളൊരു വലിയ മാവാണ്. നീലൻ മാവാണിത്. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ മാങ്ങ. ഒരുപാട് മാങ്ങ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ഇതിന്മേൽ. ഇതിൻ്റെ ലാസ്റ്റത്തെ മാങ്ങയാണിത്. ഇത് മരത്തുമ്പോൾ നിൽക്കുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഇത് പഴുത്ത് താഴെ വീണു. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഈ മാങ്ങ വീണത് കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കൂടി ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീണ്ടും ഷൂട്ട് ചെയ്യായിരുന്നു. ഇനി ഞാൻ ഇത് കഷ്ണാക്കിയിട്ട് കാണിച്ചു തരാം. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബായ്.